ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ പൊതുജനാരോഗ്യ സംരക്ഷണം കൈകാര്യം ചെയ്യുന്നത് ആശുപത്രികൾ, ഡോക്ടർമാർ, കുറേ മരുന്നുകൾ, കുറേ യന്ത്രങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചാണ്. ഇത് ഒരു നല്ല ആരോഗ്യ സംസ്കാരമാണ് എന്ന് പറയാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും നേരത്തെ ഈ സങ്കല്പം, ഈ കാഴ്ചപ്പാട് തിരുത്തേണ്ടത് ആവശ്യമാണ്. പൊതുജനാരോഗ്യ സംരക്ഷണം നല്ല നിലയിലായിരിക്കണമെങ്കിൽ അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമാധാനവും സമത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. സമത്വം എന്ന് പറയുമ്പോൾ അത് സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. യഥാർത്ഥം പറഞ്ഞാൽ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരമില്ലാതാകണം. അതിതുവരെ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്തത്, ഈ സമാധാനം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗമില്ലാത്ത, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത, അത് ലഭ്യമല്ലാത്ത ഒരു 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 അന്തരീക്ഷം നമുക്കുണ്ടാകണം. ഇതും നമുക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മളേറ്റവും പ്രധാനമായി കാണേണ്ടത് ശുദ്ധമായ കുടിവെള്ളമാണ്. കാരണം ഒരുപാട് പകർച്ചവ്യാധികൾ ജലത്തിലൂടെ വന്നു ചേരുന്നതാണ്. ഈ മലിനമായ ജലം ഒരുപാട് പകർച്ചവ്യാധികൾ വളരെ പെട്ടെന്ന് അത് വ്യാപിക്കും, അതുണ്ടാകാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ശുദ്ധമായ കുടിവെള്ളം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നെ ഈ ആഹാരം, അതും ശുദ്ധമായി. നമ്മൾ ഈ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ഓരോ വാർഡിലും ആ വാർഡിലെ ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ നെല്ല്, മരച്ചീനി, അങ്ങനെ കുറേ കാര്യം, പച്ചക്കറികൾ, ഇതൊക്കെ അതാത് വാർഡുകളിൽ തന്നെ കൃഷി ചെയ്യേണ്ടതാണ്. ഈ വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു ഭാഷ വികസനമാണ്. ഇതാണ് അവർ ശ്രദ്ധിക്കേണ്ട. ഓരോ വാർഡിലും ആ വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ വൃത്തിയായി കൃഷി ചെയ്ത് ആ വാർഡിൽ തന്നെ ഉണ്ടാക്കുക. അതിനാവശ്യമായ കൃഷിഭൂമി, മനുഷ്യ വിഭവശേഷി നമ്മുടെ കയ്യിലുള്ളതാണ്. പക്ഷെ അത് നടപ്പിലാകുന്നില്ല. അത് ഇതുവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. പിന്നെ മലിനമല്ലാത്ത അന്തരീക്ഷം. ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ പോകുമ്പോൾ വഴിയിലൊക്കെ ഒരുപാട് ഓടകൾ, വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് അതൊക്കെ കാണുന്നത്. കൊതുകുകൾ ഇഷ്ടം പോലെ. ഇത് നമുക്ക് നിർമ്മാർജ്ജനം കഴിഞ്ഞിട്ടില്ല. അതുപോലെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഈ ഇപ്പോഴും നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ പോയാൽ പരസ്യമായിട്ട് ഈ ചപ്പ് കൂട്ടി കത്തിക്കുന്നത് കാണും. ഇതിന് നമുക്കിവിടെ ഒരു തടസ്സമില്ല, ആരും ചോദിക്കാനും പറയാനുമില്ല. അന്തരീക്ഷം മലിനമാക്കാൻ അത് മതി. അതുപോലെ പല വ്യവസായശാലകളിൽ നിന്നും ഒരു നിയന്ത്രണവും ഇല്ലാതെയാണ് അത്ര ഈ മാലിന്യങ്ങൾ പുക രൂപത്തിൽ പുറത്ത് അന്തരീക്ഷത്തിൽ പോകുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അന്തരീക്ഷം മലിനമല്ലാതിരിക്കുക, അത് കാരണം ശുദ്ധമായ വായു നമുക്ക് കിട്ടാൻ അത് ആവശ്യമുണ്ട്. ഇപ്പോഴും പല മഹാനഗരങ്ങളിലും ഇത് സാധ്യമല്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ പലരും പറയുന്നൊരു ഭാഷയുണ്ട്. ഈ ഒരു കാലത്ത് നമ്മൾ കുടിവെള്ളം കയ്യിൽ വെച്ച് നടക്കാറില്ലായിരുന്നു. ഈ ഒരു കാലത്തും പണ്ട് കാലങ്ങളിൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. ഈ പണ്ട് കാലത്ത് പറയുന്ന ചില തമാശകളുണ്ട്. അതായത് ഈ പണ്ട് വെളിച്ചെണ്ണ വാങ്ങാൻ നമ്മൾ കുപ്പിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് പറയും, ഇനി ഒരു പക്ഷേ ഇനി സഞ്ചിയിലോ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാലം വരുമായിരിക്കുന്നു. അതുപോലെ കുടിവെള്ളമായിരുന്നു നമ്മൾ ചുമന്ന് കൊണ്ടുവരില്ല. ഇപ്പോൾ ഏറെക്കുറെ പാലിൻ്റെ വിലയാണ് കുടിവെള്ളത്തിന്. ഇപ്പം നമ്മളത് ചുമന്ന് നടക്കുകയാണ് എല്ലായിടത്തും. ഒരു പക്ഷേ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഇതുപോലെ വ്യാപകമാവുകയാണെങ്കിൽ നമ്മൾ ഓക്സിജൻ കൂടെ യാത്രയിൽ കൂടെ കരുതേണ്ടി വരാൻ സാധ്യതയുണ്ട്. അത് അന്തരീക്ഷ മലിനീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ശുദ്ധമായ അന്തരീക്ഷം ആരോഗ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. മനുഷ്യരും മൃഗങ്ങളും മറ്റൊരുപാട് ജീവികളും, സൂക്ഷ്മജീവികളും വൃക്ഷങ്ങളും സസ്യങ്ങളും പലതരത്തിലുള്ള കൃഷികളും, ഇതെല്ലാം കൂടി ചേർന്ന് ഈ ജീവൻ തുടിക്കുന്ന ഒരു പ്രപഞ്ചമാണ് നമ്മുടെ പ്രകൃതി. ആരോഗ്യത്തിൽ ഇതിൻ്റെ ഈ എന്താ പറയുക, അതിൻ്റെ ഒരു സമത്വം, അല്ലെങ്കിൽ ആ ഒരു സമന്വയം വളരെ ആവശ്യമാണ്. അതാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ആരോഗ്യത്തിനെക്കുറിച്ച് പറയുന്നത്.
ഏകലോകം ഏകാരോഗ്യം. പ്രകൃതിയുമായി യോജിച്ച് വളരെ നന്നായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഏകലോകം ഏകാരോഗ്യം, വൺ വേർഡ് വൺ ഹെൽത്ത്, അതിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ഈ പ്രസക്തി അതാണ്. അടുത്ത ഘടകം മാനസിക സംഘർഷമാണ്. മാനസിക സംഘർഷം അനുഭവിക്കുന്നവരിൽ രോഗങ്ങളുണ്ടാവാനും രോഗങ്ങളുണ്ടായാൽ ചികിത്സ ഫലപ്രദമാകാതിരിക്കാനും സങ്കീർണതകൾ ഉണ്ടാകാനും ഉള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന പല രോഗികളുടെ സ്ഥിതി അതാണ്. പക്ഷെ നമ്മളാരും മനസ്സിലേക്ക് ചെല്ലാറില്ല. എല്ലാം മരുന്നുകളിലാണ് കേന്ദ്രീകരിക്കുന്നത്. മാനസിക സംഘർഷത്തിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നൊരു ഭാഷ, കടുത്ത ടെൻഷനാണ്, വലിയ ടെൻഷനാണ് കാര്യം അതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എല്ലാ മേഖലയിലും വെല്ലുവിളികളാണ്, മത്സരമാണ്, പാരവെപ്പുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളെ എടുത്താൽ, സ്കൂളിൽ പോകുന്ന കുട്ടികളെ എടുത്താൽ അവരും പറയും ടെൻഷനാണ്. ഈ കുട്ടികളടക്കം പറയും ടെൻഷനാണ്. മാർക്ക് കുറഞ്ഞാൽ ടെൻഷനാണ്, മാർക്ക് കിട്ടാൻ പരീക്ഷ വരുമ്പോഴേക്കും ടെൻഷനാണ്, മാർക്ക് കിട്ടിയില്ലെങ്കിലോ തോറ്റുപോയാലോ. അപ്പോൾ ഈ മാർക്ക് കിട്ടുക ജയിക്കുകയല്ല വിഷയം, ഒന്നാമനാകണം, ടോപ്പ് സ്കോററാകണം, മറ്റു കുട്ടികളെക്കാളെല്ലാം മുന്നോട്ട് പോകണം. പക്ഷേ നമ്മളിവിടെ മാനസിക സംഘർഷമില്ലാതെ എങ്ങനെ പഠിക്കണമെന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് എല്ലായിടത്തും പറയാറൊരു ഭാഷയുണ്ട്, പഠനം പാൽപ്പായസം പോലെ ആസ്വാദ്യകരമാക്കണം കുട്ടികൾക്ക്. അപ്പോൾ അത് എങ്ങനെ പഠിക്കണം എന്ന് അവരെ പഠിപ്പിക്കണം ആദ്യം. അല്ലാണ്ട് പോയി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്ക് മേടിക്കണം, ടോപ്പ് സ്കോററാകണം എന്ന് പറയുന്നേക്കാൾ ഉപരി റാങ്ക് മേടിക്കുന്നത് എങ്ങനെ പഠിക്കണം, എങ്ങനെ ജീവിക്കണമെന്നാണ് അവരെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കും, സ്വയം പഠിച്ചോളും, മാർക്ക് വാങ്ങിക്കോളും, ഒട്ടും ടെൻഷൻ എടുക്കില്ല. പക്ഷേ നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏത് ജോലിക്കാരോട് ചോദിച്ചാലും ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും എല്ലാവരും ടെൻഷനാണ്. അതായത് മാനസിക സംഘർഷം ഉണ്ടാകാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് കാര്യങ്ങൾ, വെല്ലുവിളികളും മത്സരമൊക്കെ. പക്ഷേ ആ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുന്നില്ല, നമ്മളാരും പഠിപ്പിച്ചില്ല. അത് ഈ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പഠിപ്പിക്കേണ്ടതാണ്. അത് സംഭവിക്കുന്നില്ല. അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലൊരു വിഷയമുണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ട ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തന്നെ ആ പ്രശ്നം പരിഹരിക്കും. അത് സംഭവിക്കുന്നില്ല. അപ്പം ഇവിടെ ഈ നല്ല കൂട്ടായ്മകൾ അത് നമുക്ക് കുറഞ്ഞു പോകും, അത്തരം കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ ഈ പല ഓഫീസുകളിൽ ഈ ജോലി മാത്രമാണ്, അതിനകത്ത് വേറൊരു ചിന്തയില്ല. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അല്പം വിനോദത്തിന് ഒരു അരമണിക്കൂർ എല്ലാ ഓഫീസുകളും നീക്കി വെച്ചിരുന്നെങ്കിൽ റിക്രിയേഷൻ. ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരും. അവർ ഒരുപാട് സംസാരിക്കും, തമാശ പറയും. ഇത് എല്ലാവരും മുഖം വീർപ്പിച്ചാണ് നടക്കുന്നതും ഇരിക്കുന്നത്. എവിടെ ചെന്നാലും വളരെ ഗൗരവമാണ്. കാരണം എന്താ? ടെൻഷനാണ്. അവർ റിലാക്സ്ഡ് അല്ല. പല സർക്കാർ ഓഫീസുകളിൽ നമ്മൾ പോയാൽ പ്രതികരണം വളരെ മോശമായ രീതിയിലാവും. അവരും ഒക്കെ ടെൻഷനിലാണ് പലതരത്തിൽ. അപ്പോൾ ടെൻഷനില്ലാത്തൊരു സമൂഹം അത് സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, സ്കൂൾ തലം തൊട്ട് ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഈ നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും മുൻഷുട്ടി എടുക്കുന്നവരാണ് കൂടുതൽ. മുൻഷുട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വേറൊരാൾ നമ്മളോട് പറയുന്നത് കേട്ടിരിക്കാൻ നമുക്ക് ക്ഷമയില്ല. അപ്പോൾ എന്നോട് ഒരു ഡോക്ടർ തന്നെ ഒരു സെറ്റോട് ചോദിച്ചു, ഞാൻ രോഗികൾ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കും, ചിലപ്പോൾ സമയം കുറച്ച് കൂടുതലെടുക്കും. പിന്നെ നർമ്മത്തിലൂടെയാണ് നമ്മൾ രോഗികളോട് സംസാരിക്കാനുള്ളത്. അപ്പോൾ ആ ഡോക്ടറിനോട് ചോദിച്ചു, എവിടുന്നാണ് ഇത്ര കൂടുതൽ ക്ഷമ കിട്ടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ക്ഷമയില്ലാതെ ഈ പണി ചെയ്യാൻ പറ്റില്ല, അതായത് പ്രശ്നം എന്ന് പറഞ്ഞു. ഈ ക്ഷമിക്കാനുള്ള കഴിവ്, സഹിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ദുരന്തങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഓരോരോ വാർത്തകൾ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പം വിദ്യാഭ്യാസ പരിപാടിയിലടക്കം ഈ ഉദ്യോഗസ്ഥരിലടക്കം കുറേ മനഃശാസ്ത്ര സമീപനം നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാലും വേണ്ടില്ല. അത് മാത്രമല്ല, ഈ ഹൗ ടു ലേൺ എന്ന് കുട്ടികളെ പഠിപ്പിക്കണം, ഹൗ ടു ലീവ് ഈ കാര്യം കൂടെ പഠിപ്പിക്കണം. അപ്പം തന്നെ ഈ ഒരുപാട് ആരോഗ്യ സംരക്ഷണ രംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണാൻ കഴിയും. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണങ്ങളെക്കുറിച്ചാണ്. ഗവേഷണങ്ങൾ ഒരുപാട് വേണ്ടൊരു, കാരണം
ഈ ശാസ്ത്രം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ പുതിയ അറിവുകൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ അതുവരെ നിലവിലുണ്ടായിരുന്ന അറിവുകൾ കാലഹരണപ്പെട്ട അറിവുകളായിട്ട് മാറും. പിന്നെ നമുക്കത് ആവശ്യമില്ല. പിന്നെ പുതിയ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. കാരണം അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നമ്മുടെ ഫോണാണ്. ഒരു കാലത്ത് ഈ ലാൻഡ് ഫോൺ ഉപയോഗിച്ചിരുന്ന് നമ്മൾ അതിൻ്റെ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പോക്കറ്റിട്ടോ നടക്കുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വികസനം എന്ന് പറഞ്ഞാൽ ഈ മാറ്റങ്ങൾക്ക് വിധേയമാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ആരോഗ്യരംഗത്തും ബാധകമാണ്. ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് കുറേ ഗവേഷണ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പുതിയ അറിവുകളൊന്നും വരുന്നില്ല. കാരണം അതിനൊന്നും അവർക്ക് സമയമില്ല. അവർ ശമ്പളം പെൻഷനൊക്കെ മേടിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. ഇതിന് പകരമായി നമ്മൾ ഇതൊക്കെ വേണമെങ്കിൽ അടച്ചു കൂട്ടാം. നമുക്ക് ഒരു ഗവേഷണ സ്ഥാപനത്തിന് ഇവിടെ ആവശ്യമില്ല. വെറുതെ ഇതിന് ജനങ്ങളുടെ നീതി പണം കുറേ പേർക്ക് തിന്നാൻ, കുറച്ച് പേർക്ക് തിന്നാൻ കൊടുക്കേണ്ട കാര്യം ഒരു പണിയെടുക്കാതെ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഈ പ്രക്രിയ നിരന്തരം നടക്കുന്നുണ്ട്. അപ്പോൾ ഗവേഷണ സ്ഥാപനം നടത്താൻ വലിയ സംവിധാനങ്ങളൊന്നും വേണ്ട. ഈ ആരോഗ്യ സർവകലാശാല, നമ്മുടെ കേരളത്തിൽ ആരോഗ്യ സർവകലാശാല, എന്തിനാ ആരോഗ്യ സർവകലാശാല? ആശുപത്രികളിലാണ് രോഗികൾ വരുന്നത്. ആശുപത്രികളാണ് രോഗികൾ വന്ന് നിറയുന്നത്. ഇവിടെ ഡോക്ടർമാർ കൂട്ടമായി അല്ലെങ്കിൽ ഒരു മനസ്സോടു കൂടിയാണ് ഗവേഷണം നടത്തുന്നത്. വിദേശങ്ങളിലൊക്കെ അതാണ് നടക്കുന്നത്. എന്നിട്ട് അവർ പറയും ഇന്ന ഡോക്ടറുടെ കയ്യിൽ ഇത്രയും പേരാണ് ഗവേഷണം നടത്തി കിട്ടിയ അറിവുകൾ അവർ പബ്ലിഷ് ചെയ്യും. ഇതുപോലുള്ള നിരവധി അറിവുകൾ ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിവിടെ ഡോക്ടർമാർ പഠിച്ചാൽ മതി. അതിനുള്ള നിയമനിർമ്മാണം നടത്തണം. അങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, പിന്നെ ആ അറിവുകളാണ് ഇവിടെ പ്രയോജനപ്പെടുത്തേണ്ടത്. അതും നമ്മുടെ രാജ്യത്ത് നടക്കുന്നില്ല. ഇവിടെ 10 ഡോക്ടർമാർ കണ്ടാൽ ചിലപ്പോൾ 10 അഭിപ്രായം കിട്ടും. 10 ലാബിൽ പോയി രക്തം പരിശോധിച്ചാൽ 10 റിസൾട്ട് കിട്ടും. അതിലൊന്നും ഇവിടെ ആർക്കും ആക്ഷേപമില്ല. ഈ പുതിയ അറിവുകൾ പ്രാവർത്തികമാക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ വളരെ ദുഃഖം തോന്നാനുള്ളൊരു കാര്യം ഇപ്പോൾ പ്രമേഹത്തിൻ്റെ കാര്യത്തിലാണ്. പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളം ലോക തലസ്ഥാനമായി മാറുമോ എന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ ഭയപ്പെടുന്നത്, ആശങ്കയോടുകൂടി കാണുന്നത്. കാരണം അത്രമാത്രം രോഗികൾ അവിടെ കൂടിക്കൊണ്ടിരിക്കും. കുട്ടികളും മുതിർന്നവരും വയസ്സുന്നവരും ഒക്കെ പ്രമേഹ. ഇപ്പോൾ പ്രമേഹം കാര്യം പറഞ്ഞാൽ ഷുഗറുണ്ട്. അത്ര ഇപ്പോൾ ഷുഗർ ആയിരിക്കണോ പ്രമേഹത്തിൻ്റെ പര്യായം? ഇപ്പോൾ നമ്മൾ കുറച്ച് പേരോട് സംസാരിക്കുകയാണെങ്കിൽ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, രണ്ടുമുണ്ട് ചിലർക്ക്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ. ഒരുപാട് ഗുളികകൾ ദിവസേന കഴിക്കുന്നവരാണ്. പ്രമേഹത്തിൻ്റെ നിലവിലുള്ള എല്ലാ സിദ്ധാന്തങ്ങളും തിരുത്തി കുറിച്ച പുതിയ സിദ്ധാന്തം അച്ചടിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ഞാനിതിപ്പോൾ മേശപ്പുറത്ത് നിർത്തി വെച്ചിരിക്കുക. കാരണം വരുന്ന രോഗികൾക്ക് ആദ്യം അത് വായിക്കാൻ കൊടുക്കും. പ്രമേഹത്തിൻ്റെ പ്രധാന കാരണങ്ങൾ 2 ഉള്ളൂ. ഒന്ന്, ശരീരത്തിൽ അമിതമായി ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ്. 2, ചില്ലറ അണുബാധകൾ. പ്രമേഹത്തിന് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട. കാരണം പ്രമേഹത്തിനെ കൈകാര്യം ചെയ്താൽ അതിൻ്റെ ചികിത്സ ഫലപ്രദമാവില്ല. കാരണം അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോയില്ല. പ്രമേഹത്തിന് മരുന്ന് കൊടുക്കും. മരുന്ന് കൊടുക്കുന്നവരും പഞ്ചസാര കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗുളിക കഴിച്ച് മടുത്ത നിവൃത്തിയില്ലാതാകുമ്പോൾ ഇനി നമുക്ക് ഇൻസുലിൻ എടുക്കാം. അങ്ങനെ കുറേ കഴിയുമ്പോഴാണ് കിഡ്നിയിൽ പ്രശ്നങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് വരും. പിന്നെ ഹൃദ്രോഗങ്ങൾ. പിന്നെ ആശുപത്രിയിൽ നിന്നും മോചനമില്ല, മരുന്നുകളിൽ നിന്നും മോചനമില്ല. ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഈ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. അമിതമായി ശേഖരിച്ചു വെച്ചുള്ള കൊഴുപ്പ്, അണുബാധകൾ, അത് വളരെ ലളിതമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് അച്ചടിച്ചിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ ഞാൻ അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ അത് അയച്ചു കൊടുക്കാറുണ്ട്, ആ പ്രിൻ്റ് മെറ്റീരിയൽ. അപ്പോൾ അതിൽ ആ ആർട്ടിക്കിളിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു ഭാഷയുണ്ട്. അതിങ്ങനെയാണ്: ഈ ഒരിക്കൽ പ്രമേഹ രോഗം പിടിപെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ വേണമെന്ന വിശ്വാസമാണ് ഈ പുതിയ അറിവിന് മുമ്പിൽ വഴിമാറുന്നത്. നോക്കൂ, നമ്മളിവിടെ ചർച്ച ചെയ്തില്ല. കാരണം എന്താ, ആർക്ക് വേണം? ഈ പൊതുജനാരോഗ്യ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദികൾ നമ്മുടെ ഭരണകൂടമാണ്. അത് പ്രാദേശിക ഭരണകൂടങ്ങൾ മുതൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. അവർക്കിതിനൊക്കെ എവിടെ താല്പര്യം? വളരെ ദയനീയമാണ് കാര്യങ്ങൾ. ഇവിടുത്തെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വളരെ ദയനീയമാണ്. ഈ ബോധവൽക്കരണം എന്നുള്ളൊരു പരിപാടി നടത്തുന്നില്ല. ഈ പ്രമേഹത്തെ പണിക്ക് പുറത്താക്കാം,
അല്പം ശ്രദ്ധിച്ചാൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾ വിചാരിച്ചാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ ഈ ജീവിതശൈലി രോഗങ്ങൾ ദിവസേന കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹൃദയാഘാതങ്ങൾ, പക്ഷേ ഹൃദയാഘാതത്തിൻ്റെ മുന്നറിയിപ്പുകൾ 2002 മറ്റോ അച്ചടിച്ചതാണ് എൻ്റെ ഓർമ്മ, കുറച്ച് കൊല്ലം മുമ്പാണത്. അത് വളരെ സിമ്പിളാണ്. 2-3 കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടു. ഹൃദയാഘാതം, പക്ഷാഘാതത്തിൽ ഒരുപാട് പേർക്ക് രക്തക്കട്ട പിടിക്കും. ഒരുപാട് പേർക്ക് കാരണം എന്നല്ല, ഈ ഇതിങ്ങോട്ട് അറ്റാക്ക് വന്നിട്ടോ വേദന വരുമ്പോഴേ അറിയുള്ളൂ. ചിലപ്പോൾ ആശുപത്രിയിൽ എത്താനുള്ള നേരം ഉണ്ടാവില്ല. ഇതിനൊന്നും ആവശ്യമില്ല. കാരണം ഹൃദയാഘാതവും പക്ഷാഘാതവും സംഭവിക്കാനുള്ള സാധ്യതകൾ ശരീരം തരുന്ന മുന്നറിയിപ്പുകൾ മാസങ്ങൾക്ക് മുമ്പ് തരും. അത് വളരെ സിമ്പിളാണ്. ആ മറ്റേ ഗവേഷണഫലം പ്രസിദ്ധീകരിച്ചാൽ അത് വളരെ സിമ്പിളായിട്ടാണ് വിശദീകരിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം തുടങ്ങുന്നത് ലെഗ് പെയിൻ ആൻഡ് ക്രാംപ്സ്. രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാലുകളിൽ വേദനയും ബസ്സിൽ കയറുന്നതല്ല, നമ്മൾ കോച്ചി വരിക. ഇതാണ് ഈ സംഭവം. ഇത് ആ സമയത്ത് ഇത് തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ രക്തക്കുത്ത് പരിശോധിച്ച് എവിടെ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തി അത് വളരെ സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യാം. 98% ഹൃദ്രോഗങ്ങളും പക്ഷാഘാതങ്ങളും ഇതുപോലെ പ്രതിരോധിക്കാവുന്നതാണ്. പണ്ട് എന്നോട് വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വക്കീൽ ഹാർട്ട് അറ്റാക്കായി മരിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രി എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ മരിച്ചു. ഒരാഴ്ച മുമ്പ് അച്ഛനെ ആശുപത്രി കൊണ്ടുപോയിട്ട് സർവ്വ പരിശോധനകൾക്ക് വിധേയമാക്കി, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റ ചോദ്യം ചൊല്ലു, അച്ഛൻ്റെ രാത്രികളിൽ കാലുവേദനയും ബസ്സിൽ കയറ്റം ഉണ്ടായിരുന്നോ? അച്ഛൻ രാത്രി കാലുകളിട്ട് ഇങ്ങനെ തല്ലുമായിരുന്നു കട്ടിലയിൽ, വേദന വേദന. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പുതിയ അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഒരു വലിയപ്പോൾ വായ്പുണ്ട്. ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നതിൻ്റെ പ്രധാന അറിയിപ്പാണത് ഈ വായ്പുണ്ട്. നമ്മൾ വായ്പുണ്ടെന്ന് അണുബാധയാണത്. അതൊരു ശക്തമായ അണുബാധയാണ്. ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ലളിതമായ അറിവുകളും നിലവിലുണ്ട്. ഇപ്പോൾ ആശുപത്രി കിടക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. അത് നടപ്പിലാവുന്നില്ല. ഇതൊക്കെ ഭരണകൂടങ്ങളോടോ, ഞാൻ ഇവിടെ പരിചയമുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയും. അവർക്കിതിലൊന്നും വലിയ കഥയില്ല. കക്ഷി രാഷ്ട്രീയം പറയണോ, മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അതിൻ്റെ നേതാക്കളെ കുറ്റം പറയണോ, അവർ കേട്ടിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. എനിക്കൊരു 5-6 മാസം മുമ്പ് ഞാനൊരു പ്രാദേശിക നേതാവ്, അങ്ങനെ നല്ല സഖാവാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ ഗവേഷണങ്ങൾ അട്ടിമറിച്ച കാര്യം അതിൻ്റെ രേഖകളും പത്രവാർത്തകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിരുന്നു. 3 വർഷം കഴിഞ്ഞാൽ മറുപടി വന്നത്. ആ മറുപടിയിൽ ഞാൻ വ്യാജ ഡോക്ടറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. ഉടനെ സഖാവ് മറുപടി പറഞ്ഞു, അതിപ്പോൾ ജനാധിപത്യമല്ല, അതൊക്കെ നടക്കുള്ളൂ. മുഖ്യമന്ത്രി നാട്ടുകാർ മുഴുവൻ ഇതിൽ കത്ത് വായിക്കാൻ പറ്റൂ. അദ്ദേഹം അതേലും ഉദ്യോഗസ്ഥന് കൊടുക്കും, അവർ വരുന്ന മറുപടി വരും, അത്രേ നടക്കുള്ളൂ. നോക്കൂ, ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തന ഒരു പ്രാദേശിക നേതാവാണ്. എല്ലാ പാർട്ടിക്കാരുടെ സ്ഥിതി അവർക്ക് എന്ത് പൊതുജനാരോഗ്യം, എന്ത് സംരക്ഷണം, അതൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് കക്ഷി രാഷ്ട്രീയം, മറ്റു രാഷ്ട്രീയക്കാരെ അധിക്ഷേപിക്കുക, അവരെ കുറ്റം പറയും, ഇതിലൊക്കെ അവർക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ നമുക്കൊരു പൊതുജനാരോഗ്യ സംരക്ഷണം നടപ്പിലാകണമെങ്കിൽ ഈ പുതിയ അറിവുകൾ പുറത്തു വരുന്നത് അതാത് കാലത്ത് തന്നെ ഇവിടെ ഡോക്ടർമാർ പഠിച്ചിരിക്കണം. പിന്നെ അതാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് നിയമനിർമ്മാണം നടത്തണം. അതൊക്കെ ഇവിടെ നടക്കില്ല, അതൊന്നും അറിഞ്ഞുകൂടാ.